നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ടെത്തി വീടിൻ്റെ പാലുകാച്ച് ഉൾപ്പെടെ നടത്തി അവർക്ക് താക്കോലും കൈമാറി അതിൻ്റെ ഒരു സുന്ദര നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ പോരല്ല, അവരല്ലേ പറയണ്ടേ. മോളെ, നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ എന്താണ്? ഒരുപാട് സന്തോഷമുണ്ട്. ആരൊക്കെ ഇവിടെ വന്നത് അതും കൂടി പറ. പിണറായി വിജയൻ സാർ, അവരുടെ ആ സാറിൻ്റെ കുടുംബം എല്ലാവരും പങ്കെടുത്താണ്. എനിക്ക് ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. വളരെ സന്തോഷം. പിണറായി മന്ത്രി വന്ന് നമുക്കൊരു താക്കോൽ ദാനം തന്നത് ഈ സ്വപ്നം ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശ്രേഷ്ഠമായ കാര്യം. വളരെ സന്തോഷമുണ്ട്. പക്ഷെ മോള് ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ട് ഒരു വീട് വെക്കണമെന്നല്ലായിരുന്നോ പ്ലാൻ? അത് പൊളിഞ്ഞു പോയില്ല. അല്ല, അതിന് മുമ്പേ കിട്ടി. ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ജയചന്ദ്രൻ, ഈ ഭൂമി ഇവർക്ക് ഈ വീട് വെക്കാനായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സമീപിച്ചപ്പോൾ ആ ഭൂമി കൊടുത്ത വ്യക്തി. എന്തുകൊണ്ട്? അതിന് പ്രത്യേകിച്ചൊരു ഉത്തരവില്ല. ചിലപ്പം നമ്മുടെ കുട്ടികൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് കൊടുക്കാൻ കഴിഞ്ഞത്. ആ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാര്യം ഒരു നല്ല ടീം ഏറ്റെടുത്ത്, നല്ല ടീം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആർക്ക് കിട്ടും ഈ ഭാഗ്യം? ഇന്ത്യയിൽ ആർക്കും കിട്ടത്തില്ല. അത്രയ്ക്ക് അഭിമാനകരമായൊരു മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. കാരണം ഇതൊരു പരിപാടി, ഇതൊരു കോർഡിനേഷൻ പരിപാടിയല്ല. ഇത് നമ്മുടെ നാട്ടുകാരും എല്ലാം ഒരുമിച്ച് കൂടി, ഉദ്യോഗസ്ഥരും എല്ലാം ഒരുമിച്ച് കൂടി മനസ്സോടുകൂടി, എന്ന് വെച്ചാൽ ഔദ്യോഗിക ചടങ്ങില്ല, ഔദ്യോഗിക ചടങ്ങല്ല എന്ന് വെച്ചാൽ ആരും ക്ഷണിച്ചു വന്നവരല്ല, ആരെയും ക്ഷണിച്ചിട്ടില്ല. എന്താ പറയുക, ഒരു അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ഭാഗ്യം. ആ ഭാഗ്യം എന്നും അവർക്ക് നിലനിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. അതായത് ഇവർക്ക് ഇനി 2-3 പേരെ പരിചയപ്പെടാനുണ്ട്. അതായത് നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇവർ ഈ സംഭവം അറിഞ്ഞ് 2021 ഇവർക്ക് ഈ പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഈ കുടുംബത്തെ അവർ സെലക്ട് ചെയ്തു. ആ കുടുംബത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അവരുടെ സമ്പാദ്യത്തിൽ മാറ്റിവെച്ച തുകയാണ് ഇതിനു വേണ്ടി വിനിയോഗിച്ചത്, അല്ലേ? അതെ, എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം. പിന്നെ മറ്റു ഉദ്യോഗസ്ഥർ, നമ്മുടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവർക്ക് തന്നെയാണ് ഇത് കിട്ടേണ്ടത്, അർഹതയുള്ളത് അവർ തന്നെയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിന് അർഹതയുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ കുട്ടിയെ വരുന്ന കാണുമ്പോൾ, വീട്ടിൽ കാണുമ്പോൾ അന്ന് സ്കൂളിൽ പോകാൻ പറ്റാതെ ആ കുട്ടി അവിടെ നിൽക്കുകയായിരുന്നു, അല്ലേ? അവിടെ ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഇത് ചെയ്തു കൊടുക്കാം. പിന്നെ ഇവൻ അനീഷ്, ഇവൻ ഇവിടെ ഫുൾ ടൈം നിന്ന് പണിയെടുത്തു. രണ്ടുപേര് ഫുൾ ടൈം ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്നെല്ലാം നമ്മൾ ചെറിയ ഇളവുകളൊക്കെ കൊടുത്ത് അവരോട് നിർത്തി. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഒരുപാട് വ്യക്തികളുണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വ്യക്തികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും നമ്മളിപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. ഇവർ നന്നായി പഠിച്ച് നല്ല രീതിയിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മനസ്സുപോലെ തന്നെ എല്ലാം നടക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഇവരുടെ അവസ്ഥ ഈ സമൂഹത്തിന് മുന്നിലേക്ക് അറിയിക്കുന്നതിന് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തവരാണ് നമ്മുടെ സ്കൂൾ അതോറിറ്റി എന്ന് പറയുന്നത്. എനിക്ക് എല്ലാവരെയും പരിചയമില്ല. ഞാൻ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് വിജയകുമാർ. കടയ്ക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഈ 2 കുട്ടികൾക്ക് ഇത്രയും നല്ല മനോഹരമായ ഒരു വീട് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം, അതുപോലെ പുരയിടം തന്ന 4 സെൻറ്റ് നമ്മൾ ചോദിച്ചപ്പോൾ 8.25 സെൻറ്റ് ഭൂമി സ്വമേധയാ സൗജന്യമായി നൽകിയ പള്ളിയമ്പലം ജ്വല്ലറി ഉടമ ജയേന്ദ്രൻപിള്ള, അതുപോലെ മറ്റ് ഈ വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്ന മറ്റുള്ള എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക. എല്ലാ ഡെപ്യൂട്ടേഷനുമാണ് സോണിയ. ആര്യ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഒരു വൻ ടീം തന്നെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കുട്ടിക്ക്, എല്ലാ അനുഗ്രഹങ്ങളും. ഞാൻ മുൻ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR തങ്കരാജ്. കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരാഗ്രഹമാണ് ഇന്നിവിടെ ഈ സഫലമായിരിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ താക്കോൽ ദാനം നിർവഹിച്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മോളെ പേരെന്താ? ക്ലാസ്മേറ്റ് ആണോ? എന്താ മോള് ചെയ്യാൻ പോകുന്നത്? പ്രസൻറ്റേഷൻ ആണോ? കൊടുത്തോ? ഹാപ്പിയായോ? മോളി ചടങ്ങെല്ലാം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഹാപ്പിയല്ലേ? മുഖ്യമന്ത്രിയും കണ്ടല്ലോ.
അപ്പോൾ മുഖ്യമന്ത്രി സകുടുംബം വന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വെച്ചു കൊടുത്ത ആ വീട് അതിൻ്റെ പാലുകാച്ച കർമ്മവും കഴിഞ്ഞ് അദ്ദേഹം പോയി. ഇനി ഇവർ വളരെ സന്തോഷത്തോടുകൂടി ഇന്നു മുതൽ ഈ വീട്ടിൽ താമസം തുടങ്ങുകയാണ്. കടയ്ക്കൽ കോട്ടപ്പുറത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.